ജമ്മു കശ്മീരിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ്. റമദാൻ മാസത്തിൽ ശൈത്യകാല ടൂറിസ്റ്റ് റിസോർട്ടായ ഗുൽമാർഗിൽ ജമ്മു കശ്മീരിൽ ഒരു ഫാഷൻ ഷോ നടന്നു. ഈ ഫാഷൻ ഷോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജമ്മു കശ്മീരിലെ മതമൗലികവാദികൾ. റമദാൻ മാസത്തിൽ ആരാണ് ഈ അശ്ലീലത ഇവിടെ അനുവദിച്ചു കൊടുത്തത് എന്നാണ് അവിടെയുള്ള പുരോഹിതന്മാരും മതമൗലികവാദികളും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഫാഷൻ ഷോ നടന്നതിനു പിന്നാലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയും അവിടെ വലിയ രീതിയിൽ ഫാഷൻ ഷോയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെതിരെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ടൂറിസം പ്രോത്സാഹനത്തിന്റെ പേരിൽ അശ്ലീലമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കശ്മീരിലെ മുഖ്യ പുരോഹിതനായിട്ടുള്ള മിർവൈസ് ഉമർ ഫാറൂഖ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇത് അതിക്രൂരമാണ്. പുണ്യമാസമായ റംസാൻ മാസത്തിൽ ഗുൽമാർഗിൽ ഒരു അശ്ലീല ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി ജനങ്ങൾക്കിടയിൽ ഞെട്ടലും രോഷവും ഉളവാക്കി. സൂഫി സന്യാസ സംസ്കാരം, ജനങ്ങളുടെ ആഴത്തിലുള്ള മതപരമായ വീക്ഷണം എന്നിവയ്ക്ക് പേരുകേട്ട ഈ താഴ്വരയിൽ ഇത് എങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും? മിർവൈസ് തന്റെ എക്സ് ഹാൻഡിൽ പോസ്റ്റിൽ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉൾപ്പെട്ടവരെ ഉടൻ ഉത്തരവാദിത്തപ്പെടുത്തണം. ടൂറിസം പ്രൊമോഷന്റെ പേരിൽ ഇത്തരം അശ്ലീലങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും പാർലമെന്റ് അംഗവും മുതിർന്ന നാഷണൽ കോൺഫറൻസ് നേതാവുമായിട്ടുള്ള ആഗ റൂഫുള്ള എക്സിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഗുൽമാർഗിൽ നിന്നുള്ള ചിത്രങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന സാംസ്കാരിക അധിനിവേശം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. അവർ കശ്മീരി വികാരങ്ങളോടുള്ള തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. എന്തായാലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇതിൽ ഉൾപ്പെട്ട സംഘാടകരായിട്ടുള്ള ശിവൻ, നരേഷ് എന്നിവർക്കെതിരെയും നടപടിയെടുക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഗുൽമാർഗ് ഫാഷൻ ഷോ അട്ടർ ഡിസ്റിഗാർഡാണ് കശ്മീരിലെ സെന്റിമെന്റ്സിനോട്, അതായത് കശ്മീരിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നാണ് റൂഹുള്ള ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടെ എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. റമദാൻ മാസത്തിൽ ജമ്മു കശ്മീരിൽ ഒരു ഫാഷൻ ഷോ നടന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ജമ്മു കശ്മീരിലെ മതമൗലികവാദികൾക്ക് കുരുപൊട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഇത് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് ധാരാളം അലയൊലികളും ധാരാളം ഓരിയിടലുകളും നമുക്കിതിനെക്കുറിച്ച് കേൾക്കാനായി സാധിക്കുമായിരുന്നു. ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ആണ് ഈ ഫാഷൻ ഷോയ്ക്കെതിരെ അവിടെയുള്ള മതപുരോഹിതന്മാർ രംഗത്തെത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹൈന്ദവ മതപുരോഹിതന്മാർ ഇത് മോശമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തി െങ്കിൽ ഉടനെ നമ്മുടെ കേരളത്തിൽ നിന്നും മന്ത്രിമാരായിട്ടുള്ള ആരെങ്കിലും തന്നെ ആ ഫാഷൻ ഷോ നടത്തിയ ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, ഇവിടെ MG റോഡിന്റെ നടുക്ക് വെച്ച് നമുക്ക് ആ ഫാഷൻ ഷോ സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദന പ്രവാഹവും ഒരു പ്രതിഷേധ പ്രകടനവും ഒക്കെ നമുക്ക് കാണാനായി സാധിച്ചേനെ. പക്ഷേ ഇപ്പോൾ റമദാൻ മാസത്തിൽ ജമ്മു കാശ്മീരിൽ ഒരു ഫാഷൻ ഷോ സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ അവിടെയുള്ള മതപുരോഹിതന്മാർ രംഗത്തെത്തിയപ്പോൾ ഈ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരളത്തിലെ പല ആൾക്കാരും. ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റുമായിരുന്നെങ്കിൽ ആ ഫാഷൻ ഷോ നടത്തിയ ആൾക്കാരെ ഇവിടെ വിളിച്ച് ആദരിച്ച് അവർക്ക് ഒരു അവാർഡ് കൂടെ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ എന്തുകൊണ്ട് ഫാഷൻ ഷോ നടത്തിക്കൂടാ? അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതല്ലേ, ഇന്ത്യൻ ഭരണഘടന ആ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ലേ എന്നൊക്കെയുള്ള പല തരത്തിലുള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാനായി സാധിക്കുമായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ ഷാരൂഖ് ഖാന്റെ സിനിമയായിട്ടുള്ള പത്താൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ ദീപിക പഡുകോൺ ഒരു അടിവസ്ത്രം ഇട്ടുകൊണ്ടുവന്നപ്പോൾ അതിൽ കാവി കളറാണെന്ന് പറഞ്ഞ് ഹിന്ദു സംഘടനകൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നടത്തിയപ്പോൾ കേരളത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കാണേണ്ടതായിരുന്നു. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കുംഭമേളയെ അധിക്ഷേപിക്കുന്ന പലതരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ്. കുംഭമേളയിൽ പങ്കെടുത്താൽ ചൊറി വരും, കുംഭമേള എന്ന് പറയുന്നത് 100% ലിറ്ററസി ഉള്ള കേരളത്തിലുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടിട്ട് CPM ഭരിക്കുന്ന കേരളത്തിൽ ഇത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ മാധ്യമ പ്രവർത്തകർ വരെ ഇതിനെതിരെ രംഗത്തെത്തുന്നത് നമുക്ക് കണ്ടതാണ്. എന്നാൽ റമദാൻ മാസത്തിൽ ഒരു ഫാഷൻ ഷോ ഒരു റിസോർട്ടിൽ കശ്മീരിൽ സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ അവിടെയുള്ള മതമൗലികവാദികൾ ഉറഞ്ഞു തുള്ളുമ്പോൾ നരേഷ് എന്ന് പറഞ്ഞ ഫാഷൻ ഡിസൈനർക്കെതിരെയും ശിവൻ എന്ന് പറഞ്ഞ സംഘാടകനെതിരെയും അവിടെ വലിയ രീതിയിൽ അവർ വധഭീഷണി വരെ മുഴക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് തന്നെ നടിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അവിടെയുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.